നമസ്കാരം. ഇന്ന് എന്നോടൊപ്പമുള്ളത് നമ്മൾ ഒത്തിരി ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയാണ്. സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്കാട് സിനിമയിലൊക്കെയാണ് അഭിനയിച്ചത്. പക്ഷെ ആ ഒരു സെക്കൻഡിൽ ഞാൻ ഒന്നും കണ്ടില്ല, കണ്ണടച്ചു, അവിടെ നിന്നു. നമുക്ക് ഈ പേരിട്ട് കിസ് ചെയ്യാന്നുള്ള പേരിട്ടാരാ? കുറെ ആൾക്കാർക്കുള്ള ഒരു തിങ്കിങ് ആണ് ഇത് ഭംഗിനെ പറ്റിയാണ്, ഓർ ഹൗ ഗുഡ് യു ലുക്ക്, ഹൗ വെൽ യു ഡ്രസ്, അതൊക്കെ അവർക്ക് ചെയ്യണം. പക്ഷെ സൊസൈറ്റി സമ്മതിക്കത്തില്ല. ആ ഒരു സാധനം എങ്ങനെയാണ് അതിന്റെ സ്റ്റൈൽ? എങ്ങനെയാണ്? എനിക്ക് ഒട്ടും മലയാളം അറിയൂല. ഓക്സിജനിൽ ഏപ്രിൽ 10 വരെ എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഓക്സിജൻ, ദി കൂളിംഗ് എക്സ്പെർട്ട്. ഓക്കെ അല്ലേ? കൗമാരക്കാരുടെ ഒരു മത്സരത്തിൽ ഇന്ത്യയിൽ നിന്നും ഒരു പട്ടം സ്വീകരിച്ചിരിക്കുകയാണ് എൻ്റെ മുമ്പിൽ. എന്ത് തോന്നുന്നു ഈ സമയത്ത്? വാക്കുകളില്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ 17th ഏപ്രിലാണ് ജയിച്ചത്. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബെസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ വെക്കുന്നു. അമേസിങ് ഒരു ഫീൽ ആയിരുന്നു. ഒരു 7 days കോമ്പറ്റീഷൻ ആയിരുന്നു. അതിൽ നിന്ന് കോമ്പറ്റീഷൻ്റെ പേര് മിസ് ടീൻ ഡീവ എന്നാണ്. അതിൽ ടൈറ്റിൽ ജയിച്ചത് മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ എന്നാണ്. അപ്പോൾ അടുത്ത വർഷം ഞാൻ ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്ത് ബോട്സ്വാന പോകുന്നുണ്ട് മിസ് ടീൻ ഇന്റർനാഷണലിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു മൊത്തം അതിൽ മത്സരത്തിൽ എത്തിയിരിക്കുന്നത് കുറേ ആളുകളുണ്ടായിരുന്നു. കുറേ 29 പെൺകുട്ടികളാണ് ഫൈനൽ റൗണ്ടിൽ എത്തിയത് അല്ലേ? അവരൊക്കെ അങ്ങ് മറികടന്നങ്ങ് പോയി. ആയിരിക്കും. പക്ഷേ നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു, നല്ല ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഇവിടെ എത്തിയതിന് വെരി വെരി ഗ്രേറ്റ്ഫുൾ. ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? ഞാനൊരു കോമ്പറ്റീഷൻ ചെയ്തിട്ടുണ്ട് എൻ്റെ മുമ്പ്. അത് 2022 മിസ് ഇന്ത്യ പ്ലാന്റ് എന്ന് പറഞ്ഞ്. അത് ഡൽഹിയിൽ നടന്ന കോമ്പറ്റീഷൻ ആയിരുന്നു. അതും ഒരു അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. പക്ഷെ അതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രോപ്പർ പാജന്റ്. അതിനു മുമ്പ് ഞാൻ ഒരു 6 years old ഒക്കെ ആയപ്പോൾ ബേബി ഷോസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ പാജന്റ് ആയിട്ട് ഞാൻ മിസ് ഇന്ത്യ പ്ലാന്റ് ആയിരുന്നു ആദ്യം ചെയ്തത്. മലയാളിയായി ജനിച്ചു, മലയാളികൾക്ക് അഭിമാനമായി മാറിയപ്പോൾ അല്ലേ? സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്കാട് സിനിമയിലൊക്കെയാണ് അഭിനയിച്ചത് അല്ലേ? അന്ന് ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇത്ര ഹൈറ്റ് ഒന്നും തോന്നിയില്ല. കുറച്ചുകൂടി ചെറിയ കുട്ടിയായിരുന്നു. ഇപ്പൊ നല്ല ഹൈറ്റൊക്കെ ആയി. ഈ മത്സരത്തിന് പങ്കെടുക്കുന്ന ഹൈറ്റൊക്കെ പ്രാധാന്യമല്ലേ? അല്ല, ഈ മിസ് ടീൻ ഡീവ കോമ്പറ്റീഷനിൽ ഹൈറ്റ് ക്രൈറ്റീരിയ ഇല്ലായിരുന്നു. പക്ഷെ യൂഷ്വലി മോഡലിംഗിന് ഒരു 5'7" അതാണ് ഹൈറ്റ്. അതാണ് ഹൈറ്റ്. 5'7". ഇനി സിനിമയിലേക്കും കൂടെ ഒന്ന് ഒരു പടത്തിൽ ഒതുങ്ങിയാ പോരല്ലോ? അല്ല, പിന്നല്ല. ഇനി സിനിമയിലേക്കുള്ള ഒരു എൻട്രി ആണ് ഇതിപ്പോ അല്ലെ? അങ്ങനെ വിശ്വസിക്കുന്നില്ലേ? ഇതാരാണ് കൂടുതൽ ഇതിന് സപ്പോർട്ട് ചെയ്യണത്? വീട്ടിൽ നിന്ന് അമ്മയൊക്കെ എങ്ങനെയാണ്? അമ്മ ഷീസ് ആക്ച്വലി മൈ ബിഗ്ഗസ്റ്റ് ഇൻസ്പിറേഷൻ എന്ന് പറയാം. ഭയങ്കര വലിയ സപ്പോർട്ടറാണ്. എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരാള്, എപ്പോഴും എൻ്റെ റൈറ്റ് ഹാൻഡിൽ കാണുന്ന ഒരാളാണ് എൻ്റെ അമ്മ. മോഡലിംഗ് ആണെങ്കിലും ഭയങ്കര ഇഷ്ടം അമ്മയ്ക്ക്. അമ്മയും കുറെ ചെയ്തിട്ടുണ്ട്. അപ്പോ ചെയ്തിട്ടുണ്ടല്ലേ? പിന്നല്ല, എല്ലാം ഹെറിഡിറ്ററിയാ. അമ്മ മിസ് കേരള ഒക്കെ ആയിട്ടുണ്ടോ? മിസ് പത്തനംതിട്ട ആയിട്ടുണ്ട്. മിസ് പത്തനംതിട്ട വരെ എത്തില്ല, പിന്നെ അങ്ങോട്ട് പോയില്ല. പിന്നെ പോണം, ഇനിയും പോവും. ഇനിയുണ്ട്, അമ്മ നിർത്തിയിട്ടില്ല. പിന്നെ അമ്മയും മോളും കൂടെ ഒരു മത്സരത്തിലേക്ക് ഉണ്ട് ഇനി. അതും കൂടെ നമ്മളൊന്ന് പ്രഷർ അറിഞ്ഞോട്ടെ അല്ലേ? മാവേലിക്കരയിൽ നിന്ന് ജനിച്ച് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് എത്തുമ്പോൾ പേരൻസിന്റെ ഒരു സപ്പോർട്ടാണ് ഏറ്റവും വലുത് അല്ലേ? അതില്ല എന്ന് നമുക്ക് പറയാനില്ല. ഇപ്പൊ അബുദാബിയിൽ അവിടെയാണ് പഠിക്കുന്നത്, +2 വിദ്യാർത്ഥിയാണ്. അബുദാബിയിലാണ്. ജനനമൊക്കെ അവിടെയായിരുന്നു, ഇവിടെ ആയിരുന്നു? ഞാൻ ബോൺ ബോട്ടപ്പ് അബുദാബി തന്നെയാണ്. ഇടയ്ക്ക് വെച്ച് ഇവിടെ വരും. ഇവിടെ കുറെ താമസിക്കും. നമ്മുടെ ഫ്ലാറ്റ് ഇവിടെ കൊച്ചിയിലുണ്ട്. അപ്പൊ അവിടെ താമസിക്കും. ഇടയ്ക്ക് വന്നും പോയി നിൽക്കുകയാണ്. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ബിസിനസ്മാൻ ആണ്. അപ്പോൾ സ്വന്തം ബിസിനസ് ഇടയ്ക്കല്ല, ഒരു 2-3 വർഷമായിട്ട് തുടങ്ങി ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. എവിടെ? അബുദാബിയിലാണല്ലേ? ഈ അബുദാബി ഇപ്പൊ ഇത് പട്ടമൊക്കെ കിട്ടിയതിനു ശേഷം അബുദാബി എന്നുള്ള കുറെ ഫോൺ കോളുകൾ വന്നിട്ടുണ്ടാവുമല്ലോ? കുറച്ച് വന്നിട്ടുണ്ട്. സ്കൂളൊക്കെ നല്ല പ്രൗഡാണ്. അവര് അനൗൺസ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂൾ അസംബ്ലിയിൽ. അപ്പോൾ അതും ഒരു വെരി പ്രൗഡ് മൊമെന്റ് ആണ്. കാരണം കേരളയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ജയിക്കുന്നത്. ഈ മിസ് ടീൻ ഇന്റർനാഷണൽ ടൈറ്റിൽ ജയിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ
അത് തന്നെ ഐ തിങ്ക് ഇസ് എ വെരി പ്രൗഡ് മൂമെന്റ്. നമ്മുടെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും സ്കൂളാണെങ്കിലും അബുദാബി ഇനിയും പോകാൻ വെയിറ്റ് ചെയ്യുവാണ് എല്ലാവരും. അവിടെ ഒരു സ്വീകരണം ഏറ്റുവാങ്ങാൻ തയ്യാറെടുപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങോട്ട് എത്തിയാൽ മതി അല്ലേ? അല്ലേ, സ്കൂളിൽ വലിയൊരു സ്വീകരണം ആയിരിക്കുമല്ലോ അല്ലേ? എന്ത് സംശയിക്കണം. ഈ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പം ഒരു സിനിമയിൽ അഭിനയിച്ചുള്ളൂ, പിന്നീട് സിനിമയിലേക്കൊന്നും എത്താൻ പറ്റാത്ത എന്തുകൊണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഒരു ടൈം കുറവാണോ? അല്ല, അങ്ങനെയല്ലായിരിക്കും. ഐ തിങ്ക് ഒരു അബുദാബിയിൽ താമസിക്കുന്നതെന്ന് പറയുമ്പോൾ മേ ബി ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവും. പക്ഷേ ഐ എം വില്ലിങ് ടു ട്രാവൽ എപ്പോഴാണെങ്കിലും. കാരണം മൂവി എനിക്ക് അത്ര ഇഷ്ടമാണ്, അത്രയും ഒരു ആഗ്രഹമാണ് മൂവിയിൽ വരാനും മൂവിയിൽ സിനിമയിൽ അഭിനയിക്കാനും ബിഗ് സ്ക്രീനിൽ കാണാനൊക്കെ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ ഐ എം വില്ലിങ് ടു ട്രാവൽ. ഐ തിങ്ക് അതൊരു മേ ബി ഒരു ബാരിയർ ആയിട്ട് ആൾക്കാർ കാണുമായിരിക്കും. പക്ഷേ ഐ എം വില്ലിങ് ടു ട്രാവൽ എപ്പോഴാണെങ്കിലും. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഈ വിൻ ചെയ്യുന്ന സമയത്ത് അനൗൺസ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലായിരുന്നു. ഞാൻ ആ വീഡിയോ കണ്ടപ്പം കുറേ നമുക്ക് ടെൻഷൻ തന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഭയങ്കര ടെൻഷൻ തന്നുകൊണ്ടിരിക്കുക. 1 2 3 5 6 പ്രാവശ്യം പറഞ്ഞു അല്ലേ, 6 അല്ലേ, അങ്ങനെ കൗണ്ടിങ് നടന്നിക്കൊണ്ട് പെട്ടെന്ന് പറയുന്ന ഒരു മൂവ്മെന്റ്. അപ്പം നിങ്ങൾ രണ്ടുപേരാണ് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് അല്ലേ? രണ്ടുപേരും ഇങ്ങനെ കൈപിടിച്ച് ചേർന്ന് നിൽക്കുന്നത്. ആരാണെന്ന് അറിയാൻ പറ്റില്ലേ? പ്രേക്ഷകരൊക്കെ ആകാംക്ഷയോട് കൂടിയൊക്കെയാണ്. ആ സമയത്ത് എന്താണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? അയ്യോ, എല്ലാം പ്രാർത്ഥിച്ചു. ഞാൻ ആ സെക്കൻഡ് എൻ്റെ മനസ്സിലെല്ലാം എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുമായിരുന്നു. എനിക്കറിയായിരുന്നു ഇങ്ങനെ ക്യാമറ റൊട്ടേറ്റ് ചെയ്ത് പോകുമെന്ന് അറിയായിരുന്നു. പക്ഷെ ആ ഒരു സെക്കൻഡിൽ ഞാൻ ഒന്നും കണ്ടില്ല. കണ്ണടച്ചു, അവിടെ നിന്നു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇത്രയും കഷ്ടപ്പാട്, ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇത്രയും ആഗ്രഹിച്ച ഒരു സാധനമാണ്. എനിക്ക് അതിൻ്റെ റിസൾട്ട് വരണം എന്നായിരുന്നു പ്രാർത്ഥന. പക്ഷെ ആ ഒരു സമയത്ത് ദർ വാസ് നോ തോട്ട്. അങ്ങനെ നിൽക്കുക, ദൈവമേ എന്തോ ഇനിയും വരുന്നത്. എനിക്കും ടെൻഷനായിരുന്നു. മിസ് ടീൻ ഇന്റർനാഷണൽ ഇസ് അങ്ങനെ ഒരു 3-4 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ഞാനും കുറേ ആയപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു ഒന്ന് വിളിക്കാൻ. പക്ഷെ ഇറ്റ് വാസ് വെരി വെരി സ്കെയറി ബട്ട് വെരി എക്സൈറ്റിംഗ്. അമ്മയുടെ മുഖത്തേക്ക് ഒരു ക്യാമറ വെച്ചിട്ട് കുറേ എക്സ്പ്രഷൻ കിട്ടിയാണ് ആ സമയത്ത്. ഐ തിങ്ക് മേ ബി ഉണ്ടായിരിക്കും. പക്ഷെ ഞാനും സൈഡ് വെച്ച് നോക്കി, കരച്ചില്ല. അത് കണ്ടപ്പോൾ എനിക്കും കൂടെ കരയാൻ തോന്നി. അപ്പോൾ അല്ല, അത് പ്രഖ്യാപനം കഴിഞ്ഞപ്പോഴും കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. അത് സന്തോഷത്തിന്റെ കണ്ണീരാണ്, അല്ല ആനന്ദ കണ്ണീർ എന്നൊക്കെ പറയും പച്ച മലയാളത്തിൽ പറയുമ്പോൾ. ആ കണ്ണീരാണ് വന്നത്. പക്ഷെ നേരത്തെ ഞാൻ ചോദിച്ചത്, സിനിമ ഒരു സ്വപ്നമാണ്. സിനിമയിലേക്ക് ഏത് വേഷങ്ങൾ കിട്ടിയാലും ചെയ്യാൻ ഒരു കുട്ടി എന്നൊരു കഥാപാത്രത്തിലൂടെ വന്നു അല്ലേ? ഇപ്പം 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 12th പഠിക്കുമ്പോൾ ഇപ്പോൾ ഹൈറ്റൊക്കെ കൂടി ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ പക്വതയായി എന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു നായികയൊക്കെ ആകാൻ. ഒരു ദിവസം അങ്ങനെ തോന്നുന്നില്ലേ? അപ്പം സിനിമ ഇനി എടുക്കുന്നവരെ ശ്രദ്ധിക്കാട്ടോ, ഇതാരാ ഇരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി പ്രൊഡ്യൂസർമാരും ഡയറക്ടറും കൃത്യമായിട്ട് ഇവരുടെ അടുത്തേക്ക് ചെന്നാൽ നല്ലൊരു നായികയെ കിട്ടുന്നതായിരിക്കും. എനിക്കിതേ ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആവട്ടെ, ഒരു ദിവസം നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണാം. ബിഗ് സ്ക്രീനിൽ ഒന്ന് കണ്ടു നമ്മൾ ഒരു പ്രാവശ്യം, ഇനിയും കാണുമല്ലോ. ചേച്ചി അഭിനയിച്ചിട്ടുണ്ടല്ലേ? ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. ചേച്ചി ഒരു 5-6 മൂവീസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ ഷൈലോക്കിലുണ്ടായിരുന്നു. അപ്പോൾ അജയ് വാസുദേവ് ഡയറക്ടറിൻ്റെ കൂടെ കുറച്ച് മൂവീസും ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ കൂടെയും ചെയ്തിട്ടുണ്ട്. ഷീസ് മോർ ഇൻ ടു ആക്ടിങ്. ഞാൻ കുറച്ചുകൂടെ പാജൻട്രി ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് രണ്ട് സൈഡിലും കാലൊന്ന് കുത്തണം. പക്ഷെ കിച്ചേച്ചിക്ക് കിച്ചേച്ചിയാണ് ഞാൻ വിളിക്കുക. അപ്പോൾ കിച്ചേച്ചിക്ക് മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം മെഡിസിനിൽ ജോർജിയയിൽ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ഹീറോയിനായിട്ട് വരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ ആകട്ടെ. നമുക്ക് എല്ലാവരും അങ്ങനെ വരുന്നാൽ നമുക്ക് സിനിമയാണല്ലോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ആ കഥാപാത്രങ്ങൾ ഇന്ന് ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ അന്ന് പിന്നെ പോകുന്നതാണ്. പക്ഷെ ഒരു സിനിമയിൽ കഥാപാത്രം വെച്ചാൽ എന്ന് നമുക്ക് എത്ര പ്രായമായാലും എടുത്ത് കാണാൻ പറ്റും. CD ഒക്കെ ഉള്ള യൂട്യൂബൊക്കെ ഉള്ള കാലഘട്ടത്തിൽ എടുത്ത് കാണാൻ പറ്റും. ഇതിൽ ഒരു ഈ മത്സരത്തിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ഇതിലൊരു അത് കുറേ ആൾക്കാർക്കുള്ള ഒരു തിങ്കിങ് ആണ്. ഇത് ഭംഗിനെ പറ്റിയാണ്, ഓർ ഹൗ ഗുഡ് യു ലുക്ക്, ഹൗ വെൽ യു ഡ്രസ്, അതൊക്കെ. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ വെരി സ്മോൾ പോർഷനാണ് അതിൻ്റെ. അതല്ലാതെ നമ്മുടെ IQ ആണെങ്കിലും നമ്മുടെ പീപ്പിൾ സ്പീക്കിംഗ്, ഒരു പബ്ലിക്ലി അനൗൺസ് ചെയ്യാൻ പറ്റുന്ന, പബ്ലിക്ലി സ്പീക്ക് ചെയ്യാൻ പറ്റുന്ന, ഇതൊക്കെ ഇസ് എ വെരി ബിഗ് റോൾ ഇൻ പാജൻട്രി. അപ്പോൾ ആ ഒരു സ്റ്റേജ് പ്രസൻസ് എങ്ങനെ ക്യാരി ചെയ്യുന്നു, എങ്ങനെ ആൾക്കാരുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യുന്നു, ഇതൊക്കെ ഇസ് സംതിങ് ദറ്റ് എല്ലാവരും ഷുഡ് ബി അവെയർ അബൌട്ട്. പാജൻട്രി ആണെങ്കിലും അല്ലെങ്കിൽ മൂവിയിലാണെങ്കിലും ഇതൊക്കെ ഒരു ആൾക്ക് അറിയേണ്ട സാധനങ്ങളാണ്. പക്ഷെ ഇതിനു വേണ്ടി നമ്മൾ ഒരു വർഷത്തിൻ്റെ ട്രെയിനിങ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ നടക്കണം, ആ റാമ്പ് വാക്ക് എങ്ങനെ സ്പീച്ച് ചെയ്യേണ്ടത്, അതൊക്കെ. പക്ഷേ ഇത് ഒരു 7 days കോമ്പറ്റീഷൻ ആയിരുന്നു. അതിൽ സ്പീച്ച് റൗണ്ട് ഉണ്ടായിരുന്നു, ബ്യൂട്ടി വിത്ത് ബ്രെയിൻസ് ഉണ്ടായിരുന്നു, ഈവനിങ് ഗൗൺ ഉണ്ടായിരുന്നു, കുറേ റൗണ്ട്സ് ഉണ്ട്. ആ എല്ലാ റൗണ്ട്സും ഏറ്റവും ബെസ്റ്റ് ചെയ്ത ആൾക്കാർക്കാണ് വിന്നർ കിട്ടുന്നത്. ആൾക്കാർ കാണുമ്പോൾ ഈ ഫിനാലയുടെ ദിവസം ആൾക്കാർ നടക്കുന്നു, ആരെ ഏറ്റവും നല്ലതായിട്ട് നടക്കുന്നത് അവർക്കാണ് കിട്ടുന്നതെന്ന് ആൾക്കാരുടെ വിചാരം. പക്ഷെ അങ്ങനെയല്ല. അല്ല അങ്ങനെയല്ല, അങ്ങനെ ഒട്ടുമല്ല. ശരിക്കും പറഞ്ഞാൽ ഈ 1 year ട്രെയിനിങ് ടൈമിൽ തന്നെ നമ്മളെ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ ആൾക്കാരോട് ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെ സംസാരിക്കുന്നത്, എല്ലാം ജഡ്ജ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇറ്റ്സ് 1 year പ്രോസസ് ആക്ച്വലി. ഞാനൊരു 2 വർഷമായി കോമ്പറ്റീഷന് പോകണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ എൻ്റെ ട്രെയിനിങ് 2 വർഷം മുമ്പേ തന്നെ തുടങ്ങി. പക്ഷെ ഇത് ഒരു ഇൻറ്റൻസ് കോമ്പറ്റീഷൻ ആണ് ആക്ച്വലി. ഇറ്റ്സ് പ്രിറ്റി ടഫ് ആൻഡ് ഇറ്റ്സ് പ്രിറ്റി ഓവർവെൽമിങ്. പക്ഷെ അതിൻ്റെ റിസൾട്ട് തലയിലിരിപ്പുണ്ടല്ലോ. പക്ഷേ 1 വർഷത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞല്ലോ, ട്രെയിൻ ചെയ്ത് അമ്മയാണോ അതോ? അല്ലല്ല, അവർ ഓർഗനൈസേഷനായിട്ട് അവർ കുറച്ച് ട്രെയിനിങ്സ് തരും, ഓൺലൈൻ മീറ്റിംഗ് ആയിട്ട്. ഓൺലൈൻ മീറ്റിംഗിൽ പിന്നീട് നമ്മൾ വീട്ടിൽ ചെയ്ത് തുടങ്ങും. അത് നമ്മുടെ സ്വന്തം പ്രാക്ടീസ് ആയിട്ട്. സ്വന്തം പ്രാക്ടീസ്. അതിന് അമ്മയാണോ മേൽനോട്ടം നടക്കുന്നത്? എല്ലാത്തിനും അമ്മ തന്നെയാണ്. അമ്മ തന്നെ മേൽനോട്ടം. ബാക്ക് ബോൺ ആണ് അമ്മ. അല്ല, നമ്മൾ അവിടെ റാമ്പ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടെ സ്പീച്ച് ഇങ്ങനെയാണ്, ആ രീതിക്കൊക്കെ നമുക്ക് ക്ലാസ് അവിടെ നിന്ന് ഓൺലൈനിൽ തരുന്നെങ്കിലും പിന്നീട് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അമ്മയുടെ മുമ്പിലായിരിക്കുമല്ലോ അല്ലേ? ആ ഒരു പ്രാക്ടീസ് ഇല്ലാതെ ഇവിടെ എത്തത്തില്ല. ആ ഒരു സ്വന്തം പ്രാക്ടീസും സ്വന്തം ഡെഡിക്കേഷൻ ഇല്ലാതെ ഇവിടെ എത്തത്തില്ല. ആ ട്രെയിനിങ് മാത്രം ഒരു ഹെൽപ്പ് അല്ല. ആ ട്രെയിനിങ്ങിൽ പഠിച്ച സാധനങ്ങളെല്ലാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ട്രൈ ചെയ്തിട്ട് വേണം ശരിക്കുള്ള പാജന്റിന് പോകാനുള്ളത്. അപ്പോൾ അതെല്ലാം അമ്മയും അച്ഛനും ചേച്ചിയും എല്ലാം സഹായിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതാണ് സൗന്ദര്യം മാത്രമല്ല, കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. എല്ലാവരും ഉദാഹരണം സൗന്ദര്യം ഉണ്ടെങ്കിലുള്ളൂ അല്ലേ, അല്ലെങ്കിൽ മിസ് ഇന്ത്യ ആകാൻ പറ്റുള്ളൂ, ഓരോ കിരീടം കിട്ടുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ അതിൽ നിന്നും എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് അറിയാൻ കഴിഞ്ഞു കേട്ടോ ഈ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. ഞാനത് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി തന്നെയാണ് അത് ചോദിച്ചത്. കുറേ കടമ്പകളുണ്ട്. എനിക്കും ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. കാരണം എസ്പെഷ്യലി സൗത്ത് ഇന്ത്യ ആണെങ്കിൽ ഞാനും വേറൊരു കുട്ടി മാത്രമല്ലായിരുന്നു സൗത്ത് ഇന്ത്യ കോമ്പറ്റീഷനിൽ. അപ്പോൾ ഇത്രയും വലിയൊരു രാജ്യത്തിൽ സൗത്തിൽ നിന്ന് ആകെ 2 ആൾക്കാർ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചുകൂടെ ഒരു അറ്റൻഷൻ കൊണ്ടുവരണം സൗത്ത് ഇന്ത്യൻ്റെ അടുത്ത്. കാരണം നമ്മളടുത്ത് അത്രയും മീഡിയ കവറേജും അത്രയും വെസ്റ്റേണൈസ്ഡ് അല്ലാതെന്ന് പറഞ്ഞ് കുറേ നെഗ്ലിജൻസ് ഉണ്ട്. പക്ഷെ അതൊന്ന് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ആദ്യത്തെ മലയാളി ജയിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞത് ഐ തിങ്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഒരു ഓഡിയൻസ് ആണെങ്കിലും. കാരണം ആ ഒരു മിസ്കൺസെപ്ഷൻ ആണെങ്കിലും ആ മിസ്കൺസെപ്ഷൻ കാരണം കുറേ കുട്ടികളുണ്ടാവും ഇവിടെ ഇത് കാണുന്നത് തന്നത് അവർക്ക് ചെയ്യണം, പക്ഷെ സൊസൈറ്റി സമ്മതിക്കത്തില്ല. ആ ഒരു സാധനം ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ല, അതൊരു നല്ല മനസ്സാണ് കേട്ടോ. അത് അങ്ങനെ പറയാനുണ്ടെങ്കിൽ പേരൻസിൻ്റെ നമ്മൾക്ക് പറയാമെന്നൊരു അധികാരം അല്ലെങ്കിൽ പേരൻസ് നമ്മൾ പറയുന്നതുകൊണ്ടാണല്ലോ. പക്ഷെ അത് നല്ല എല്ലാവരും ഒരു ധാരണകൾ മാറുന്നുണ്ട് ഇതോടുകൂടി. നമ്മൾ ഒരു സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഒരു മീഡിയ കവറേജ് കിട്ടുന്നില്ല, പല കാര്യങ്ങളും നമ്മൾ പുറകോട്ടാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറി ഇപ്പോഴത്തെ കാലഘട്ടം മാറിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണല്ലോ അബുദാബിയിൽ നിന്ന് വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് ഇപ്പോൾ മൂവി വേൾഡ് മീഡിയയെ തേടിയെത്തുകയും ഞങ്ങൾ മോളെ വിളിച്ച് സംസാരിക്കുകയും നമുക്കൊരു ഇന്റർവ്യൂ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അത് പ്രഷർ അറിയാൻ വേണ്ടി തന്നെയാണ്. ഇപ്പം എത്ര ഇന്റർവ്യൂ ആയി മൊത്തത്തിൽ? ഇന്ന് ഇത് 3ാമത്തെ ആണ്. പക്ഷെ ഞാൻ ഡൽഹിയിൽ ഒരു 2-3 ദിവസം നിന്നായിരുന്നു. അതും ഞാനൊരു 2-3 ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം ഞാൻ ഒരു കോമൺ ആയിട്ട് പറയുന്ന ഒരു സാധനമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അബൌട്ട് ബ്യൂട്ടി പാജൻസ് ലുക്സിനെ പറ്റി മാത്രമല്ല, ഇറ്റ്സ് അബൌട്ട് ഹൗ യുവർ മൈൻഡ് ഇസ്, അബൌട്ട് ഹൗ യുവർ ഐഡിയോളജി ഇസ്, വാട്ട് യു ബിലീവ് ഇൻ. ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും മെൻഷൻ ചെയ്യുന്നുണ്ട്. കാരണം ഒരാളുടെ അടുത്ത് അതെത്തിയാൽ അയാളുടെ ലൈഫ് തന്നെ മാറും. ബിക്കോസ് ഐ തിങ്ക് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു പാജന്റ് അല്ലെങ്കിലും ഒരു നോർമൽ പേഴ്സൺ ആണെങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പാർട്ട്. കാരണം പാജൻട്രി എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ തിങ്കിങ് ഇസ് വെരി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഇറ്റ് ആക്ച്വലി ഇസ്. കഴിഞ്ഞ വർഷം ഇതേ മത്സരങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഈ കാറ്റഗറിയിൽ തന്നെ. കഴിഞ്ഞ വർഷം കിരീടം ലഭിച്ചത് എവിടെയായിരുന്നു, ആർക്കായിരുന്നു? ഒരു കുട്ടി ചണ്ഡീഗറിൽ നിന്നായിരുന്നു. ആ കുട്ടിയാണ് എനിക്ക് ക്രൗൺ തന്നത്. അവള് 13 years old ആയപ്പോഴാണ് ജയിച്ചത് ആക്ച്വലി. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ ഒരു 2018 മുതലൊക്കെ നടക്കുന്നുണ്ട്. അതിൽ മെയിൻ 4 ടൈറ്റിൽസ് ഉണ്ട്. 4 പേരും ഇന്റർനാഷണലി ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അടുത്ത വർഷം പോകും. അപ്പൊ ഈ തവണയും നമ്മൾ 4 പേരാണ് പോകുന്നത്. 4 പേരാണ്. 4 പേര് എവിടെ നിന്നൊക്കെ ഉള്ളവരാണ്? ഞാന് കേരള, എൻ്റെ കൂടെ കിട്ടിയ മിസ് ടീൻ യൂണിവേഴ്സ് ഇന്ത്യ, അവള് കൂർഗ് എന്നാണ്. അപ്പൊ പക്ഷെ ബാംഗ്ലൂരിലാണ് താമസം. അവളാണ് എൻ്റെ കൂടെ ഉള്ള സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ. കൂർഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറമാൻ്റെ സ്ഥലമാട്ടോ. നൈസ്. അപ്പോൾ കൂർഗ് നിന്നാണ്. എന്നിട്ട് വേറൊരു കുട്ടി ബീഹാറിൽ നിന്നാണ്, വേറൊരു കുട്ടി ഡൽഹിയിൽ നിന്നാണ്. അപ്പോൾ എല്ലാവരും ഓരോരോ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇനി അവിടെ നിന്ന് ആ മത്സരത്തിൽ നിന്നാണ് ഇനി വിൻ ചെയ്ത് അതന്നെ ആ സെയിം കോമ്പറ്റീഷൻ മിസ് ഇന്ത്യ കോമ്പറ്റീഷന് ജയിച്ചിട്ടാണ് ഇനിയും അടുത്ത വർഷം നമ്മളെല്ലാവരും ഇന്റർനാഷണൽ പോകുന്നത് അല്ലേ? അത് നമുക്ക് ഓക്കെ ആന്നേ. ഇത്ര ആളുകളിൽ ഇത്രയും ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ഇനി എല്ലാവരും പ്രാർത്ഥനയും കൂടെ ഉണ്ടാവും. ഇതൊക്കെ ഒരു ഭാഗ്യം കൂടെയാണല്ലോ അല്ലേ? വേറെ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? പാട്ട് പാടാറുണ്ടോ? ഡാൻസ് ചെയ്യാറുണ്ടോ? ഞാൻ ഡാൻസ് 3 വയസ്സ് മുതൽ തുടങ്ങിയിട്ടുണ്ട്. ക്ലാസിക്കൽ ഡാൻസ് ഞാൻ പഠിക്കുന്നുണ്ട്, ഞാനും എൻ്റെ ചേച്ചിയും. അപ്പോൾ നമ്മൾ കോമ്പറ്റീഷൻസ് കുറേ ചെയ്യാറുണ്ട് അബുദാബിയിൽ. നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ വരുമ്പോൾ ഒരു 4-5 വയസ്സ് മുതൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇസ് എ ഹ്യൂജ് പാർട്ട് ഓഫ് മൈ ലൈഫ് ഒബ്വിയസ്ലി.
അപ്പോൾ അതുണ്ട്, കുറച്ചൊക്കെ പാട്ട് പാടും. എന്നിട്ട് ഞാൻ ഡ്രംസ് പഠിക്കുന്നുണ്ട്, വയലിൻ പഠിക്കുന്നുണ്ട്, ഞാൻ കരാട്ടെ ബ്രൗൺ ബെൽറ്റ് എത്തിയിട്ടുണ്ട്, കളറിയും ഞാനൊരു കുറച്ച് ചെയ്യുന്നുണ്ട്. എല്ലാ മേഖലയിലുണ്ട്. കരാട്ടയും കളരിയൊക്കെ ഉണ്ട് കേട്ടോ, അതും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാണ് ഞാൻ. അതും വലിയ കളരി എവിടെയാണ് അവിടെ നമുക്ക്? അവിടെ അത്രയും അബുദാബിയിൽ അവിടെ അത്രയും ആയിട്ടില്ല, പക്ഷെ പുതിയതായിട്ട് ഒരെണ്ണം തുടങ്ങി. അപ്പൊ ഞാൻ കുറച്ച് നാൾ പോയിട്ട് ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഒരു ഈ കളരിയൊക്കെ ആകുമ്പോൾ ശരീരത്തിന്റെ ഒരു വഴക്കമാണല്ലോ അല്ലെ, അതുകൊണ്ടാണ് ശരീരം ഇങ്ങനെ മതി എന്ന് തീരുമാനിക്കാൻ കാരണം. അത് ഐ തിങ്ക് ഡാൻസ് ആണെങ്കിലും കളരി ആണെങ്കിലും കരാട്ടെ ആണെങ്കിലും അതൊക്കെ ഒരു ലൈക്ക് ഫിസിക്കൽ എക്സസൈസ് ആയിട്ട് മാറിയിട്ടുണ്ട്, യുനോ. അപ്പോൾ അത്രയും ഞാൻ ജിമ്മിൽ പോകത്തില്ലെങ്കിലും ഓടുകയൊന്നും ചെയ്യുന്നില്ലെങ്കിലും ആ ഒരു സം സോർട്ട് ഓഫ് ഫിസിക്കൽ എക്സസൈസ് ഉള്ളതുകൊണ്ട് ആ ഒരു ഷേപ്പും ബോഡിയും മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ. ഫുഡൊക്കെ എങ്ങനെയാണ്? അത് കുറേ കിട്ടിയിട്ടുണ്ട്, പക്ഷെ സർപ്രൈസിംഗ്ലി എനിക്ക് ഡയറ്റ് ഒന്നുമില്ല. ഞാൻ വേണ്ട കാര്യം കഴിക്കും, പക്ഷെ ഒരു പ്രോപ്പർ ലിമിറ്റ് ഉണ്ട്. എക്സീഡ് ചെയ്യേണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ ജങ്ക് ഫുഡും കഴിക്കും, ഹെൽത്തിയും കഴിക്കും, പക്ഷെ ഒരു ലിമിറ്റിൽ. അതിൻ്റെ കൂടെ ഞാൻ ഡാൻസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ബാലൻസ് ഉണ്ട്. അല്ലെങ്കിൽ മത്സരത്തിനൊക്കെ പോകാറുള്ള സമയം അമ്മ പറഞ്ഞില്ല അത് ആ ഫുഡ് ഒന്ന് കുറയ്ക്കണം, ഈ ഫുഡ് ഒന്ന് കുറയ്ക്കണം എന്നൊക്കെ അമ്മ പറയാറുണ്ടായിരുന്നു? കുറച്ച്, പക്ഷെ ഞാൻ അത്രയും കേൾക്കത്തില്ല. അമ്മ പറഞ്ഞുകൊണ്ടിരിക്കും, ആ സമയത്ത് കഴിച്ചുകൊണ്ടിരിക്കും. അമ്മ പറയും, ഞാൻ കുറച്ചൊക്കെ കേൾക്കും, എന്നിട്ട് മാറുന്നത് കഴിക്കുമല്ലേ. പക്ഷെ അതൊന്നും പ്രശ്നമില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അതും ഒരു മിസ്കൺസെപ്ഷനാണ്. ഭയങ്കര ചിരി ഉണ്ടാവാൻ പാടുള്ളൂ മോഡലിനൊക്കെ, അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് ദ ഷേപ്പ് ഓഫ് യുവർ മൈൻഡ് മാറ്റേഴ്സ് മോർ ദൻ ദ ഷേപ്പ് ഓഫ് യുവർ ബോഡി. അപ്പോൾ ആസ് ലോങ് ആസ് യു ആർ കോൺഫിഡൻറ്റ് ആൻഡ് ഓൾ, ഇറ്റ്സ് ഫൈൻ. അങ്ങനെ ആ ഒരു സൈസ് ഇതൊന്നും ഇല്ല. ഒബ്വിയസ്ലി സ്റ്റേ ഫിറ്റ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ 29 പേരാണല്ലോ അവസാന റൗണ്ടിലേക്ക് എത്തുന്നത്. അതിന് മുമ്പ് ഈ അവസാന റൗണ്ടിലെ 29 പേരെന്നുള്ളതാണ് ഞാൻ 29 അല്ലേ? അതിന് മുമ്പ് കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ. അത് ആപ്ലിക്കേഷൻസിൽ കൂടെ ആയിരുന്നു. ആപ്ലിക്കേഷനിൽ ഒരു ഐ തിങ്ക് 8,000 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്നതാണ് ഈ 29. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും അവർ? അതിന്റെ ഒരു അത് ഓർഗനൈസേഷൻ തന്നെ ചെയ്യുന്നതാണ്. നമ്മൾക്ക് ആദ്യം ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അവരൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചോദിക്കും, റാമ്പ് വാക്ക് വീഡിയോ ചോദിക്കും. അത് നോക്കിയിട്ട് ആരായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് സെഗ്രിഗേറ്റ് ചെയ്യും. ആദ്യം ഒരു 35 ഓളം കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു, കുറെ ലാസ്റ്റ് മിനിറ്റിൽ മാറിപ്പോയായിരുന്നു. പക്ഷേ ഈ 8,000 നിന്ന് മാറ്റുന്നതെന്ന് വെച്ചാൽ ഈ വീഡിയോസ് നോക്കും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഡിഷൻസ് ഉണ്ടാവും. ഓഡിഷൻസിലും ആരാ ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന അവരെ എടുക്കുന്നത്. ഈ റാമ്പ് ചെയ്യുന്നതിനൊക്കെ ഒരു രീതികളുണ്ടല്ലോ, ഏത് രീതിക്കാണ് ചെയ്യേണ്ടത്? അതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നത് അമ്മയിൽ നിന്നായിരുന്നു അതോ? അല്ല, അത് ഞാൻ അങ്ങനെയൊന്നുമില്ല. ഞാൻ മുമ്പേ ഒരു പാജന്റ് ചെയ്തു, മിസ് ഇന്ത്യ പ്ലാന്റ് ചെയ്തായിരുന്നു. അതിന്റെ മുമ്പേ ആണെങ്കിലും എനിക്ക് പാജന്റ്സിനെ പറ്റി അറിയാവുന്നതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ കാണുമായിരുന്നു കുറെ. അതിൽ തന്നെ അത്രയും പാടായിട്ടുള്ളൊരു കാര്യമല്ല, അതൊന്ന് പഠിച്ചെടുക്കാൻ കുറച്ച് പാടായിരിക്കും, പക്ഷെ അത് ചെയ്യാൻ പറ്റുന്ന ഒരു റാമ്പ് വാക്ക് എന്ന് വെച്ചാൽ ക്യാറ്റ് വാക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. ഒരു കാല് അതിന്റെ മുമ്പേ വെച്ച്, കൈ ഒരു സർട്ടൻ വേ, ബോഡി പോസ്ചർ, അങ്ങനത്തെ ചെയ്യാൻ പറ്റണ്ടേ? ചെയ്യാൻ കുറച്ച് പാടാ, പക്ഷെ ആ ഒരു പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്ന ചെയ്യാൻ പറ്റുന്നത്. ഈ രാവിലെയൊക്കെ ഒരു ടൈമിംഗ് ഉണ്ടോ? ഇതിന്റെ പ്രാക്ടീസും ടൈമിംഗ് ഒക്കെ വെക്കാം. നമ്മൾ പഠിക്കാനൊക്കെ ടൈം ടേബിൾ ഉണ്ടല്ലോ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കുമ്പോൾ കുറച്ച് സമയം കൂടുതൽ കിട്ടും. അങ്ങനെ ഈ റാമ്പ് ചെയ്യാൻ പഠിക്കാൻ ഒരു ടൈമിംഗ് ഒക്കെ ഉണ്ടോ? ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പാജന്റിന്റെ മുമ്പേ ഒക്കെ ഞാൻ കുറച്ച് ഈ ഒരു സമയം പഠിക്കാൻ, അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രിപ്പറേഷൻസിന് വേണ്ടി ഒരു മണിക്കൂർ 2 മണിക്കൂർ ശരിക്കും മതി ആ ഒരു പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടി. അത് എല്ലാ 2 ദിവസമൊക്കെ ചെയ്താൽ അത്യാവശ്യം നല്ല ട്രെയിനിങ് കിട്ടും. കാരണം ഓർഗനൈസേഷൻ്റെ സൈഡും നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കത്തില്ല. അപ്പോൾ അതല്ലാതെ നമ്മുടെ സ്വന്തം പ്രാക്ടീസ് ആയിട്ട് ഒരു മണിക്കൂർ 2 മണിക്കൂർ ഓരോ ദിവസം ചെയ്താൽ മതി. അത് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. മോക്ക് ഈ പേരിട്ട് കിസ്സിയ എന്നുള്ള പേരിട്ട് ആരാ? എൻ്റെ അമ്മയും അച്ഛനും. എന്താണ് ആ പേരെന്ന് ചോദിച്ചോ? അർത്ഥം ചോദിച്ചോ? അത് ആക്ച്വലി ബൈബിളിൽ നിന്ന് ഉള്ള പേരാണ്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ പേര് കാരൻ എന്നാണ്, എൻ്റെ പേര് കെസിയ എന്നാണ്. ബൈബിളിൽ ഒരു ആളുണ്ട് ജോബ് എന്ന് പറഞ്ഞ. ജോബ് നല്ലൊരു ഗോഡ് മാൻ ആയിരുന്നു, കുറെ പ്രാർത്ഥിക്കുന്നതൊക്കെ. എന്നിട്ട് ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള സ്വത്തുകളൊക്കെ പോയി. ഇത് ഫുൾ സ്റ്റോറി ഞാൻ പറയാം, ഫുൾ സ്റ്റോറി. അപ്പൊ സ്വത്തുകളൊക്കെ പോയി ഈ ജോബിന്റെ. എന്നാലും ഹി സ്റ്റേഡ് ഫെയ്ത്ത്ഫുൾ, ഹി സ്റ്റേഡ് ട്രൂ ടു ഗോഡ്, പ്രാർത്ഥിച്ചു. അതിനുവേണ്ടി ഗിഫ്റ്റ്സ് ആയിട്ട് കിട്ടിയ സാധനങ്ങളാണ് 3 ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾസ് ഇൻ ദ വേൾഡ്: കാരൻ, കെസിയ, ജമൈമ. ഒരാളും കൂടെ ഉണ്ട്, പക്ഷെ അത് നമ്മളെ കയ്യിലില്ലെന്നേ ഉള്ളൂ. ബൈബിളിലുണ്ട്, നമുക്കില്ല. നമുക്ക് 3 പേരേ ഉള്ളൂ. നമുക്ക് 2 പേര്. അല്ല, ഇവരൊപ്പം പ്രാർത്ഥിച്ച് കിട്ടിയാണ്. അപ്പം എല്ലാം നഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് കിട്ടിയെന്ന് നമ്മൾ ഇപ്പൊ സ്റ്റോറി പറഞ്ഞല്ലേ, എല്ലാം ഒന്നും നോക്കാതെ പ്രാർത്ഥിച്ച് കിട്ടി ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്.
അപ്പോൾ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട ആർക്കാണ്? തീർച്ചയായിട്ടും. അപ്പോൾ ബൈബിളിൽ നിന്ന് എടുത്ത 2 പേരുകളാണ് അല്ലേ? അപ്പോൾ വലിയ വിശ്വാസികളാണല്ലോ അല്ലേ? രാവിലെ വൈകിട്ടൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ പങ്കെടുക്കാറുണ്ട് അമ്മയുടെ കൂടെ? നമ്മൾ ഫാമിലി പ്രയർസ് ഒക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ പള്ളിയിലാണെങ്കിലും പ്രയർ മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടാവും. അതിൽ പോവും, പള്ളിയിൽ പോവും. പള്ളിയിൽ പോകും. ഇനി വീത്തോണ്ട് പോകുമ്പോൾ പള്ളിയിൽ പോകുമ്പോൾ ഒരു കിരീടവും കൂടെ ഉണ്ട്. എല്ലാരും കാത്തിരിക്കുക, ഞാനും കാത്തിരിക്കുക എല്ലാരെയും കാണാൻ. ബിഷപ്പിനൊക്കെയാണ് കിരീടമുള്ളത്. നമ്മളെ കിരീടം കൂടെ വെച്ചാണ് പോകുന്നത് പള്ളിയിലേക്ക് അല്ലേ? ഈ നാട്ടില് വന്ന് നിൽക്കാറുണ്ടല്ലോ, മാവേലിക്കര അല്ലേ? മാവേലിക്കരയാണല്ലോ നാട്, സ്വന്തം നാട്. അത് അച്ഛൻ അവിടുന്ന്, പക്ഷെ നമ്മൾ താമസിക്കുന്ന കൊച്ചിയില്. അവിടെ നാട്ടിൽ പോകാറുണ്ടോ? പോകാറുണ്ട്. നാട്ടിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് നമ്മളൊക്കെ എങ്ങനെയാണ്? നാട്ടിലെ പ്രായം ചെന്നവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എങ്ങനെയാണ്? അവരൊക്കെ നമ്മളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അത് തന്നെ കാണാൻ വേണ്ടി പോവും നമ്മള്. ആ ഒരു ചിരി, ആ ഒരു സന്തോഷം കാണാൻ വേണ്ടി. അപ്പോൾ 2 സൈഡിലും നമ്മുടെ അമ്മച്ചിമാരുണ്ട്. 2 പേരെയും കാണും. 2 പേരും. അമ്മയുടെ വീട് എവിടെയാണ്? അമ്മ കടമണ്ടയിലാണ്. 2 വീട്ടിലും പോയി ഇങ്ങനെ അവിടെയൊക്കെ നിൽക്കുമ്പോൾ അവിടെയൊക്കെ കുറെ കുട്ടികളൊക്കെ ഉണ്ടാവല്ലോ? അത്ര ഇല്ല ആക്ച്വലി. അവിടെ പട്ടിക്കുട്ടികളുണ്ട്, കുട്ടികളില്ല. രണ്ടാട്ടോ, പട്ടിക്കുട്ടിന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കുട്ടികളല്ല, പട്ടിക്കുട്ടികളുണ്ട്. എനിക്കറിയില്ല. ഓക്കെ, പട്ടിക്കുട്ടികളുണ്ട്. കുട്ടികളൊക്കെ കുറവാണ് അല്ലേ? അമ്മയുടെ ആങ്ങളമാർക്കും അല്ലെങ്കിൽ അച്ഛൻ്റെ അനിയന്മാരും ജ്യേഷ്ഠന്മാരും കുട്ടികളൊക്കെ, നിങ്ങൾ ചെറിയൊരു ഫാമിലി ആണെന്നെനിക്ക് വലിയ കുട്ടികളൊന്നുമില്ല. പക്ഷെ പട്ടിക്കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവരും വളർത്തുന്നുണ്ട് പട്ടിക്കുട്ടികൾ. നമ്മുടെ അബുദാബിയിലുണ്ടോ? എത്ര ഉണ്ട്? ഒരെണ്ണമുണ്ട്. ലൂക്കയുടെ പേര് എങ്ങനെയാ പിടിച്ചത്? അതും ബൈബിളിൽ നിന്ന് എടുത്താലോ? ലൂക്ക ബൈബിളിലുണ്ടല്ലോ. അത് ലൂക്കാന്നാക്കാനും കുഴപ്പമില്ലെന്നോ? നമ്മുടെ ഒപ്പം റാംബിയോ? അതും നമ്മുടെ കൂടെ ഇല്ലേ? ഇല്ല, ഈ ഡോഗ്സിന്റെ റാമ്പൊക്കെ ഉണ്ടല്ലോ, ചെയ്യാറുണ്ടല്ലോ, ഷോ ചെയ്യാറൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ഒപ്പം സ്റ്റെപ്പുകൾ അതെയോ? ഫോണൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പി മുഹൂർത്തത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു 2 ലൈന് പാട്ടങ്ങ് പാടിയാലോ നമുക്ക്? ആദ്യം പറഞ്ഞത് എന്താണെന്നല്ലോ, പാട്ട് അങ്ങനെയൊന്നും പാടില്ലാന്ന് പറഞ്ഞാൽ പാടിക്കാതിരിക്കാൻ വേണ്ടിയാന്ന് എനിക്കറിയാം. എല്ലാവരും ട്രിക്കാണ്. അപ്പോൾ 2 ലൈൻ പാട്ടങ്ങ് നമുക്കൊന്ന് കേൾക്കാണ്ട്. റാംബിയാണ് ഇവിടെ നമുക്ക്, അത് വേറെ സത്യം. 2 ലൈൻ പാട്ടും കൂടെ ആയാലോ? മലയാളം അല്ല നമുക്ക് നല്ല അറിയാവുന്ന മലയാളം. ആകെ അറിയാവുന്ന ലിറിക്സ് പ്രോപ്പറായിട്ട് അറിയാവുന്ന ഒരു പാട്ട് ഞാൻ. ആയിക്കോട്ടെ. ആഴക്കടലിന്റെ അങ്ങേക്കരയിലായി നേരം വെളുക്കുന്ന വീട്ടിൽ അമ്പിളി മാമനെ പോലെന്റെ മാറിലായി ഒട്ടി കിടക്കുന്ന മുത്തേ, കണ്ണിലായി എന്നെ ഒഴിച്ച കൊണ്ട് എത്ര നാൾ കാത്തിരുന്നു ഞാൻ ഇരുട്ടിൽ, ഇന്നെന്റെ മൺകുടിൽ മുന്നിലെ തിണ്ണയിൽ പൊന്നായി മിന്നും വിളക്കേ. സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് സൗണ്ട് വരുന്നുണ്ട്, നല്ല സൂപ്പറുണ്ട്. അതൊക്കെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. സോങ് പഠിക്കാൻ പോകുന്നുണ്ടോ? ഞാൻ മുമ്പേ പഠിച്ചിട്ടുണ്ടായിരുന്നു, ക്ലാസിക്കൽ മ്യൂസിക് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നിർത്തി. പക്ഷെ എന്നാലും ഞാൻ മ്യൂസിക് കോമ്പറ്റീഷൻസിനൊക്കെ പോകും കുറച്ച്. ഇടയ്ക്ക് തുടങ്ങി. ഈ അബുദാബിയിലൊക്കെ ജനിച്ചു വളർന്നു ചില ആളുകൾ നമുക്ക് അത്ര മലയാളം വഴങ്ങില്ല, അല്ലെങ്കിൽ മലയാളം വായിക്കാൻ അറിയില്ല. പഠിച്ചില്ലേ? നമുക്ക് വേണ്ടത് മലയാളമാണല്ലോ അല്ലേ? ആ മലയാളം നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ. ചില ആളുകൾ വന്നിട്ട് എനിക്ക് മലയാളം മുട്ടും അറിയൂല എന്നൊക്കെ പറയുമല്ലോ. എങ്ങനെയാണ് അതിന്റെ സ്റ്റൈൽ? എങ്ങനെയാണ്? എനിക്ക് മലയാളം അറിയൂല. അത് പൊളിച്ചട്ടോ. അപ്പം ഫോൺ ആക്ടും ചെയ്യാൻ പറ്റും, മിമിക്രിയും ചെയ്യാൻ പറ്റും. നമ്മൾ പൊളിയാ അല്ലേ? മലയാളി പൊളിയാ അല്ലേ? പക്ഷെ ഭയങ്കര വൈബാട്ടോ ഇന്റർവ്യൂ. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നു ഓർത്തില്ല. ഞാനും ഓർത്ത് മലയാളമൊക്കെ അറിയോ, ഞാനും കുടുംബമെന്നൊക്കെ ഓർത്തിരുന്ന മലയാളം ഇത്ര നന്നായിട്ട് സംസാരിക്കുന്നത്. അബുദാബി ജനിച്ചു എല്ലാവരും അങ്ങനെയാണ്, പൊതുവെ അങ്ങനെയാണല്ലോ. അത് നമ്മുടെ പേരൻസ് ആണ് നമ്മൾ ഗൈഡ് ചെയ്യേണ്ടത്. മലയാളം പഠിക്കണം, നമ്മുടെ ഭാഷയാണ് മലയാളം, നമ്മൾ അച്ചടി ഭാഷ പഠിക്കണം, മലയാളം പത്രങ്ങൾ വായിക്കണം അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്തായാലും ഒത്തിരി കുറേ കാര്യങ്ങൾ സംസാരിച്ചു. എനിക്ക് ഏറ്റവും ക്ലിയർ ആയത് ഒരു മത്സരത്തിന് മുമ്പ് ഫൈനൽ ദിവസം റാമ്പ് ചെയ്യുന്ന മാത്രമല്ല, ആ പോയിന്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അങ്ങനെ മെമ്മറിയിൽ വെച്ച് നമ്മൾ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു വിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഇനി എന്താണ് പറയാനുള്ളത്? ഇനിയും ഞാൻ മുമ്പ് സെയിം പറഞ്ഞത് തന്നെയാണ്. പക്ഷെ
ആ ഒരു മിസ്കൺസെപ്ഷൻ പാജൻസിനെ പറ്റി ശരിക്കും മാറണം. എസ്പെഷ്യലി ഇത്രയും നല്ലൊരു കൺട്രി കേരള എന്ന് വെച്ചാൽ, നല്ലൊരു സ്റ്റേറ്റ് കേരള, ഇത്രയും നല്ല ആൾക്കാർ, ഇത്രയും നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, സോ മച്ച് പൊട്ടൻഷ്യൽ നമ്മുടെ എല്ലായിടത്തും, സിനിമയിലുള്ള ആൾക്കാരാണെങ്കിലും നോർമൽ ആൾക്കാരാണെങ്കിലും സോ മച്ച് പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റേറ്റാണ് നമ്മൾ. അപ്പോൾ ആ സ്റ്റേറ്റ് ഒന്ന് ഫോർവേഡ് കൊണ്ടുവരാൻ, ആ ഒരു ലൈറ്റിലോട്ട് കൊണ്ടുവരാൻ എനിക്കും വലിയ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ന്യൂസ് പേപ്പറിലൊക്കെ വരുമ്പോൾ എനിക്കൊരു സന്തോഷം, മലയാളി ഗേൾ വിൻസ് എന്ന് പറയുമ്പോൾ എനിക്കും ഒരു സന്തോഷമുണ്ട്. കാരണം ഇത്രയും നല്ലൊരു സ്റ്റേറ്റ് എനിക്ക് ഫോർവേഡ് കൊണ്ടുവരാൻ പറ്റുന്നതിന് തന്നെ സച്ച് എ ബ്ലെസ്സിങ് ടു മീ. അപ്പോൾ കാണുന്ന ആൾക്കാരാണെങ്കിലും ഐ വോണ്ട് എവറി വൺ ടു ശരിക്കും explore and keep your mind open, be able to truly be yourself, and ഈ ഒരു കോൺഫിഡൻസ് തന്നെ കിട്ടാൻ വേണ്ടി is a lot of work. and I think ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരാണെങ്കിലും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തും. അപ്പോൾ അതിന്റെ ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ ആണ് നാട്ടിൽ. തീർച്ചയായിട്ടും എൻ്റെ എക്സാമ്പിളാണ് ഇരിക്കുന്നത്. നമുക്കൊരു ധൈര്യം വേണം, അതന്നെ, നമുക്കിത് ഇറങ്ങാം. ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ഓറ, അത് എല്ലായിടത്തും എത്തൊക്കെയുള്ളൂ. ഈ ധൈര്യം മുന്നോട്ട് പോവുക, നല്ല സിനിമകൾ ഇനി ചെയ്യുക, ആയിക്കോട്ടെ, അടുത്ത മത്സരത്തിന് വിൻ ചെയ്ത് വരിക, അതിനപ്പുറത്തേക്കുള്ള മത്സരത്തിൽ പങ്കെടുക്കുക. ഫുൾ സപ്പോർട്ട് ഉണ്ടാവും മലയാളികളുടെ. അതാണല്ലോ മലയാളത്തിലെ എല്ലാ പ്രിന്റ് പത്രങ്ങളിലും ഫോട്ടോ സഹിതം പ്രിന്റ് ചെയ്ത് വന്നത്. അതന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കാണുമ്പോൾ. ആ ഒരു സപ്പോർട്ട്, ആ ഒരു ലവ് വരുന്നത് തന്നെ അത്രയും ഹോം ആയിട്ടുള്ള ഒരു സ്ഥലത്തുനിന്ന് സപ്പോർട്ട് വരുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഹാർട്ട് നിറഞ്ഞിരിക്കുക. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഇസ് വെരി നൈസ്. എന്തായാലും അവിടെ നിന്ന് വന്ന് ഇവിടെ കുറച്ച് നിന്നപ്പോൾ രക്ഷപ്പെട്ടു. അബുദാബിയിൽ വെള്ളപ്പൊക്കത്തിൽ അതന്നെ നമ്മൾ പറയാതെ പോകാൻ പറ്റില്ലല്ലോ. അവിടെ വീടൊക്കെ എങ്ങനെയാന്ന് വല്ല അന്വേഷിച്ചോ? അല്ല, കുഴപ്പമില്ല, കാരണം ഫ്ലാറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഫ്ലാറ്റിൽ എത്ര നിലയിലായിരുന്നു? നമ്മൾ 4ാം നില. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു, അവിടെ കറണ്ട് പോയാലും ഇറങ്ങി വരായിരുന്നു, ലിഫ്റ്റിലെങ്കിലും വരായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ പട്ടിക്കുട്ടി ആരാണുള്ളത്? എന്റെ അച്ഛൻ ഉണ്ട്. അച്ഛൻ അവിടെ ഉണ്ട് അല്ലേ? അച്ഛനെ വിളിച്ചൊക്കെ ചോദിച്ചോ മഴയൊക്കെ പെയ്തപ്പോൾ എങ്ങനെയാന്ന്? അച്ഛൻ നാട്ടിലായിരുന്നു ആക്ച്വലി, ഇന്നലെ പോയതാ. അപ്പോൾ ഇപ്പം ഓക്കെയാണ് അവിടെ. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആരാ ഉണ്ടായിരുന്നു ഫ്ലാറ്റിൽ? നമ്മുടെ ഒരു ആന്റി ഉണ്ടായിരുന്നു അവിടെ നിൽക്കുക. ആന്റി ഉണ്ടായിരുന്നു. അപ്പോൾ മഴയൊന്നും കാണാൻ പറ്റിയില്ല, ഇവിടെയും കാണാൻ പറ്റിയില്ല. ഇവിടെയും മഴ പെയ്തില്ല. തിരിച്ചു പോകുമ്പോൾ അവിടെയും മഴയില്ല, ഇവിടെയും മഴയില്ല, മഴയും കാണാൻ പറ്റിയില്ല. പക്ഷെ അത് നമ്മളൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നു. പണ്ട് കേരളത്തിൽ പ്രളയം ഉണ്ടായപ്പോൾ ഏറ്റവും കൈത്താങ്ങായിരുന്നത് പ്രവാസികളാണ്. ആ പ്രവാസികൾ നമുക്ക് മറക്കാൻ കഴിയുള്ളൂ. ഇത്തവണയും വലിയൊരു പ്രളയം പോലെ, പ്രളയമല്ലെങ്കിലും വലിയൊരു മഴ പെയ്തിട്ട് ഷാർജയൊക്കെ ഇപ്പോഴും വെള്ളപ്പൊക്കത്തിൽ ആകെ പ്രശ്നത്തിലേക്ക്, എത്രയോ ഫ്ലാറ്റുകളിൽ നിന്ന് ആളുകൾക്ക് ഇറങ്ങാൻ പറ്റാവുന്നു. പക്ഷെ അതെല്ലാം തരണം ചെയ്തു. അവിടെയും മലയാളികളുടെ ഒരു കൈത്താങ്ങുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതാണ് അവിടെ ഇവിടെയും. ആ മലയാളികളുടെ കൂടെ എന്നും ഉണ്ടാവും. നമുക്കൊന്ന് റാമ്പ് ചെയ്യണം. പിന്നല്ല, ഓക്കെ, പൊളിക്കാം. ഓക്സിജനിൽ ഏപ്രിൽ 10 വരെ എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.